നമ്മൾ ഏത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു കാര്യമാണ് നല്ല പ്രത്യാശയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഏത് കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക. നിരാശയോടുകൂടി ഇത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിലൊന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണോ? 3 പ്രധാനപ്പെട്ട നന്മകളെക്കുറിച്ച്, വരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയില്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3ഉം വേണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നല്ലതാണോ? ആണ്. ഈശോ പറയുന്നില്ലേ, നിങ്ങളുടെ വിശ്വാസം എത്രയോ അത്രയും വലുതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ അത്ഭുതവും. ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കേണ്ടത്, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട് ഈശോയോട്. ഈശോ ഇത് എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ളൊരു സ്നേഹം, ഒരു ഉറപ്പും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ വിശ്വാസം കുറഞ്ഞു പോയാലും സ്നേഹം കുറഞ്ഞു പോയാലും എന്ത് കുറയരുത്? പ്രത്യാശ കുറഞ്ഞു പോകരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചോദിക്കണം. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, ഒരു പ്രത്യാശ ഇല്ലാത്ത ജീവിതം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഒരു കാര്യവും നേരാൻ വഴിക്ക് പോകാത്ത സമയത്തുമൊക്കെ ഇത് പ്രാർത്ഥിച്ചോണം പരിശുദ്ധാത്മാവോട്. പരിശുദ്ധാത്മാവേ, വിശ്വാസം വർദ്ധിക്കാനല്ല, സ്നേഹം വർദ്ധിക്കാനല്ല, എന്ത് വർദ്ധിക്കണം? പ്രത്യാശ വർദ്ധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായം 13-ാം വാക്യം എടുക്കാമോ? റോമ 15:13. പൗലോസ് ശ്ലീഹ ജനത്തെ ആശീർവദിക്കുകയാണ്, ഒരു നന്മ പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 15:13, 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ച്. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ട 2 വിഷയങ്ങളാണത്. ഒന്ന് സന്തോഷം വേണം, 2 സമാധാനം വേണം. അതാരാ തരുന്നേ? വിശ്വാസത്തിൻ്റെ ദൈവമല്ല, പ്രത്യാശയുടെ ദൈവം പരിശുദ്ധാത്മാവിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ആ സമാധാനവും സന്തോഷവും നിറയ്ക്കും. ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ, ഇങ്ങനെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാവോ? പ്രത്യാശയുടെ ദൈവം, ഉറക്കെ പ്രാർത്ഥിച്ചേ. പ്രത്യാശയുടെ ദൈവം എൻ്റെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് എന്നെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യാശ നിറഞ്ഞുകൊണ്ടിരിക്കുക. രോഗത്തിലാണ്, വേദനയിലാണ്, കടത്തിലാണ്, ജോലിയില്ലാത്ത അവസ്ഥയിലാണ്, അപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്ത് നിറഞ്ഞു നിൽക്കണം? പ്രത്യാശ നിറഞ്ഞു നിൽക്കണം. വിശന്ന് വലഞ്ഞു നിൽക്കുകയാണ്, വയറ് കാലിയാണ്, അപ്പോഴും നമ്മുടെ വയറ്റിലല്ല നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടായിരിക്കണം? പ്രത്യാശ നിറഞ്ഞു നിൽക്കണം. ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോഴും, ലഭിച്ച ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം? പ്രത്യാശ ഉണ്ടാവണം. ആ പ്രത്യാശയുള്ള ഒരാളെ തോൽപ്പിക്കാൻ തിന്മയ്ക്കോ ലോകത്തിനോ ഒരു ശക്തികൾക്കാവില്ല. വലതുവരത്തി പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വേണ്ടതാണ്. സകലതും തകർന്നു കിടക്കുന്ന അവസ്ഥയിലും കർത്താവ് എന്നെ കാണുന്നുണ്ടെന്നും എന്നെ ഇട്ടേച്ച് പോകത്തില്ലെന്നും എൻ്റെ പ്രാർത്ഥനകൾ കർത്താവ് ഉത്തരം തരുമെന്നും ഉള്ള ഒരു പ്രത്യാശ. നമ്മൾ ഈ ധൂർത്തപുത്രൻ്റെ ഉപമയൊക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിച്ചിട്ടില്ലേ? ഈ മകൻ അകലെ ആയിരിക്കുമ്പോൾ തന്നെ പിതാവ് കണ്ടു. അകലെ ആയിരിക്കുമ്പോൾ തന്നെ പിതാവ് കണ്ടു. അവൻ വരുന്നത് കണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതാണ് പറയുക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് നിരാശ വരുന്ന സമയത്ത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്ന സമയത്ത്, ചിലപ്പോൾ നമ്മൾ ഈശോയോടൊക്കെ പിണങ്ങി, കർത്താവ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചല്ലേ, നീ എനിക്കെന്താ ഉത്തരം തരാത്തതെന്നൊക്കെ പറഞ്ഞിങ്ങനെ അകന്ന് നിൽക്കും. ധൂർത്തപുത്രനെ പോലെ പന്തിക്കൂട്ടിലൊന്നും നമ്മൾ പോകത്തില്ലായിരിക്കും, പക്ഷേ കർത്താവിൽ നിന്നൊക്കെ അകന്ന് നിൽക്കും. പക്ഷെ നമ്മൾ അകലെ ആയിരിക്കുമ്പോഴും കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അകലെ ആയിരിക്കുമ്പോഴും ഈശോ നമ്മളെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈശോയിൽ നിന്ന് അകന്നു പോയതായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയതായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സങ്കടം കാരണം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കും, ആരും കൂടെയില്ലെന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും, ഇങ്ങനെ ദൂരെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുമായിരിക്കും. അപ്പോഴും നമ്മൾ അകലെ ആയിരിക്കുമ്പോഴും നമ്മളെ ആര് കാണുന്നു? ഈശോ കാണുന്നു. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം എടുക്കാവോ? ആ വചനം ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 15:20. ധൂർത്തപുത്രൻ്റെ ഉപമ ഒത്തിരി നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വചനം ഒന്ന് ഉറക്കെ വായിച്ച്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. എന്ന് വെച്ചാൽ ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ, അകലെ ആയിരിക്കുമ്പോൾ തന്നെ പിതാവ് നമ്മളെ കാണുന്നു. അടുത്ത വചനം വായിച്ചേ. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച്
ചുംബിച്ചു. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ. നമ്മളെത്ര അകലെ ആയി പോയാലും, ഒത്തിരി പാപത്ത് വീണു പോയാലും, എത്ര കർത്താവിൽ നിന്ന് അകന്നൊരു നിരാശയുടെ പടുകുഴിപ്പെട്ടാലും, അകലെ ആയിരിക്കുമ്പോഴും ദൂരെ വെച്ച് ഈശോ നമ്മളെ കാണുന്നു. നമ്മുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് അവൻ വരുന്നു, നമ്മളെ കെട്ടിപ്പിടിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ ഈശോ കാണുന്നുണ്ടെന്ന് പറ. ഉറങ്ങാതിരിക്കാനല്ല, എന്നാലും അവരോട് പറ. അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും നിരാശയൊക്കെ ഉണ്ടെങ്കിലും ആര് കാണുന്നുണ്ട്? പറഞ്ഞേ, ഈശോ കാണുന്നുണ്ട്. അകലെയാണെങ്കിലും ഈശോ കാണുന്നുണ്ട്. ആ ഈശോ നമ്മളെ ഒറ്റയ്ക്കാക്കി പോകത്തില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോ നമുക്ക് തന്ന വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് ഈശോ തരുന്ന മറ്റൊരു വലിയ വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. എന്തൊരു ശക്തി നൽകുന്നൊരു വചനമാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14:18 എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം ഈശോയുടെ വലിയൊരു വാഗ്ദാനമാണ്. ഏത് സഹനത്തിലും വേദനയിലും ഒക്കെ ഏകാന്തതയിലും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഈശോ നമ്മളെ ഒറ്റയ്ക്കാക്കി വിടില്ല. 14-18 വായിച്ചേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതാണ് ഈശോ തന്ന വലിയൊരു വാഗ്ദാനം. പരിശുദ്ധാത്മാവിന് നമുക്ക് വാഗ്ദാനം ചെയ്തതിൻ്റെ കൂടെ ഈശോ തന്ന വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ധ്യാനം കൂടെ നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു സങ്കടമായിരിക്കും ഈ ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളത്, അല്ലേ? ഏകാന്തരായി പോവുക. ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന നിങ്ങൾ ആരിലൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിവിടുന്ന് വീടും എല്ലാം വിട്ടു പോയി അവിടെ ചെന്ന് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കായി പോകുന്ന ചില സമയങ്ങളുണ്ട്. ഒരാൾ പോലും കൂട്ടില്ല. ഞങ്ങളുടെ ഇവിടെ കുറേ നാൾ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നൊരു കുഞ്ഞ് ഈ അടുത്തിടയ്ക്ക് ജർമ്മനിയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ആയിരുന്നപ്പോൾ എന്നെ ഒരിക്കലും വിളിക്കുകയല്ലായിരുന്നു. അവിടെ ചെന്നിപ്പോൾ ആഴ്ച 3 തവണ വിളിക്കുന്നുണ്ട്. അച്ഛാ ആരുമില്ല, അച്ഛാ ആരുമില്ല, അച്ഛാ ആരുമില്ല, അച്ഛാ. നമ്മൾ കണ്ണ് തുറന്ന് നോക്ക്, ചുറ്റും ആൾക്കാരാണ്. ഇല്ല അകത്തോട്ട് നോക്ക്, ഈശോ ഉണ്ട്. ഇല്ല ഈശോയും ഇല്ല, ആൾക്കാരും ഇല്ല. ഇങ്ങനെ കരച്ച്, ഞാൻ തിരിച്ചു വരുക എന്നൊക്കെ പറഞ്ഞ് കരച്ചിലോട് കരച്ച്. പുറത്തൊക്കെ പോയി കഴിയുമ്പോഴാണ് വിഷമം മനസ്സിലാകും. ഹോസ്റ്റലിലൊക്കെ നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വീടൊക്കെ വിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും. ഭയങ്കരമായ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെല്ലാം ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത്, ചിലപ്പോൾ ചുറ്റും കുടുംബാംഗങ്ങളൊക്കെ ഉള്ളപ്പോഴും നമ്മൾ ഈ ഏകാന്തത അനുഭവിക്കുന്നുണ്ടാവും. ഒത്തിരി കൂട്ടുകാരുള്ളപ്പോഴും നമ്മളെ മനസ്സിലാക്കാത്ത മനുഷ്യർ ആണ് ചുറ്റുമെങ്കിൽ നമുക്ക് ഈ ഏകാന്തത അനുഭവിക്കേണ്ടി വരും. അവിടെ എല്ലാം ഓർത്തേക്കുക ഈശോയുടെ വാഗ്ദാനം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. വിശ്വസിക്കുന്നുണ്ടോ? ചിലപ്പോൾ ജീവിത പങ്കാളി അടുത്ത് നിൽക്കില്ല, പ്രിയപ്പെട്ടവരടുത്ത് നിൽക്കത്തില്ല. ഈശോ ഉറപ്പ് തരികയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മളൊരു പക്ഷേ എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാകാം, അവരിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാകാം. അവർ നമ്മളെ മാറ്റി നിർത്തി, നമ്മൾ അവർക്ക് വേണ്ടി ഒത്തിരി സമയം മാറ്റി വെച്ചു. ഇപ്പോൾ അവർ നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കാനില്ല, അവർ നൈസായിട്ട് നമ്മളെ അങ്ങ് മാറ്റി വെക്കുകയാണ്. പക്ഷേ നമ്മളെ മാറ്റി നിർത്താതെ നമ്മളെ മാറ്റിയെടുക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. ആര്? ഈശോ. യോഹന്നാൻ 14:18 ഹൃദയത്തിൽ ഇത് എഴുതി വെച്ചേക്കണം. ഈശോയുടെ ഏറ്റവും വലിയ ഉറപ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഈശോയുടെ കുഞ്ഞുങ്ങളോട് ഈശോയ്ക്ക് പറയാനുള്ളതാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. നമ്മുടെ എല്ലാ ഒറ്റപ്പെടലിൻ്റെയും നമ്മുടെ എല്ലാ ഏകാന്തതയുടെയും ഉത്തരവായിട്ട് ഈശോ പ്രത്യാശയോടെ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നതാണ്, ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടില്ല. ചേർന്ന് പറയാം ഹല്ലേലൂയ. 14-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഈശോ പരിശുദ്ധാത്മാവിനെ പ്രോമിസ് ചെയ്യുമ്പോൾ, നിങ്ങളെ ഒറ്റയ്ക്കാക്കി വിടില്ല എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ തരുമെന്നും കൂടെ ഒരു വാഗ്ദാനം തരുന്നുണ്ട്. 14-17 വായിച്ചേ. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈശോ നമ്മളെ ഒറ്റയ്ക്കാക്കി വിടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സഹായമായിട്ട് ആദ്യം തരുന്നത് ആരെയാണ്? പരിശുദ്ധാത്മാവിനെ തരികയാണ്. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കി വിടുക എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സഹായമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ വസിക്കാൻ ഒരാളെയും കൂടെ തരും. ആരെ? പരിശുദ്ധാത്മാവിനെ തരും. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിയമാവർത്തനം 31:6, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങൾ സംഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരും. പുതിയ നിയമത്തിൽ അതിൻ്റെ ഏറ്റവും നല്ല മീനിങ് ഈശോ തരികയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരിക എന്ന് മാത്രമല്ല, എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ നിങ്ങൾക്കൊരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനം കൂടെ വരുമെന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് കൂട്ടായിട്ട് ആരെയും കൂടെ തരും? പരിശുദ്ധാത്മാവിനെ അയക്കും. നിങ്ങളുടെ കൂടെ അവൻ വസിക്കും. ഒപ്പം തന്നെ ഈശോയുടെ ഏറ്റവും വലിയൊരു സമ്മാനമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന ഒരമ്മയെ നമുക്ക്
കൂട്ടായിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശിഷ്യന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ 120ഓളം വരുന്ന ശിഷ്യന്മാർ പെന്തക്കോസ്തായുടെ സമയത്ത് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഒരു വലിയ നിരാശയുടെ സമയം, ഒരു ഇല്ലായ്മയുടെ സമയം, അവിടെ ഈശോയുടെ അമ്മ ഉണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുക. നമുക്ക് ഈശോ തന്ന ഏറ്റവും വലിയ കൂട്ടാണ്. ഒന്ന് പരിശുദ്ധാത്മാവ്, രണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന പരിശുദ്ധ അമ്മ. നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമുക്ക് ഈ പരിശുദ്ധാത്മാവും കൂട്ടുണ്ടാകും, പരിശുദ്ധ അമ്മയും ഈശോ നമുക്ക് കൂട്ടായിട്ട് തന്നിരിക്കുന്നു. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഇനി ഏറ്റവും വലിയ സാന്നിധ്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, എൻ്റെ രക്തം പാനം ചെയ്യുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാൾ ഒറ്റയ്ക്കായി പോവില്ല. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം ഏകാന്തതയാണെങ്കിൽ, കൂടെ ആരുമില്ല എന്നുള്ള തോന്നലാണെങ്കിൽ, നിങ്ങളിത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവ് നമുക്ക് കൂട്ടായുണ്ട്. രണ്ട്, പരിശുദ്ധ അമ്മ നമുക്ക് കൂട്ടായുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെ നമുക്ക് കൂട്ടായി എപ്പോഴും ഉണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സങ്കടത്തിലുണ്ടോ? കയ്യൊന്നും പൊക്കണ്ട. എവിടെയെങ്കിലുമൊക്കെ എങ്ങനെ ഒറ്റപ്പെട്ടു പോയി, സങ്കടമാണ്, മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ ഉള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇത് നിങ്ങളോട് പറയാനുള്ളതായിട്ട് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തു. ചിലപ്പോൾ ഭയങ്കര വിഷമത്തിലൊക്കെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ പറ്റിച്ചതിൻ്റെ വിഷമത്തിലിരുന്ന് കേൾക്കുന്നവരുണ്ടാവും. സങ്കടം വന്ന് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഗിറ്റാർ എടുത്ത് പാട്ട് പാടി കരയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഗിറ്റാർ എടുക്കാനും അറിയത്തില്ല, ട്യൂണും അറിയത്തില്ല. കാണാതെ അറിയാവുന്ന ഒരേ ഒരു പാട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു മാത്രമാണ്. നമ്മളെന്നാ ചെയ്യും? സങ്കടത്തിൻ്റെ ഒരു പാട്ട് പോലും പാടാൻ നമുക്കറിയത്തില്ല. ഒരു പാട്ടും പാടണ്ട, ഒരു കരച്ചിലും കരയണ്ട, ഒരു വിഷമവും വിഷമിക്കണ്ട. ഈശോ കൂടെ ഉണ്ടെന്നും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ഏറ്റവും വലിയ സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ കർത്താവിനെ മാത്രം നോക്കി നടക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആണ് ശരിക്കുള്ളൊരു ആത്മീയതയൊക്കെ. നമുക്ക് ഒത്തിരി പ്രാർത്ഥനകൾ നമുക്കറിയാം, ഒത്തിരി തരത്തിലുള്ള ധ്യാനങ്ങൾ നമ്മൾ കൂടിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയെ സ്നേഹിക്കുന്ന ഒരു ആത്മീയതയിലേക്കൊക്കെ നമ്മൾ വരേണ്ട കാലം ഭയങ്കര അതിക്രമിച്ചു. ഈശോയെ ഇങ്ങനെ ഒരു നിയോഗം പോലും ഇല്ലാതെ, ഒരു പ്രാർത്ഥന ആവശ്യം പോലും ഇല്ലാതെ, സ്നേഹം കൊണ്ട് മാത്രം ഈശോയെ നോക്കിയിരിക്കുന്ന ഒരു ആത്മീയതയിലേക്ക് നമ്മൾ വളരേണ്ട ഒരു കാലം അതിക്രമിച്ചു. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. ഒത്തിരി പ്രാർത്ഥിക്കാൻ ഒത്തിരി പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലും. പക്ഷേ ഈശോയെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റാത്തൊരു കാലത്തിലായിപ്പോയി. നമുക്ക് ഒത്തിരി ചിന്തകൾ, ഒത്തിരി ആകുലതകൾ, മർത്തായെ പോലെ ഇങ്ങനെ ഒരുപാട് ആകുലതകൾ, ടെൻഷനുകൾ, പല പല വ്യഗ്രതകൾ. മറിയം ചൂസ് ചെയ്തതുപോലെ നല്ല ഭാഗം തിരഞ്ഞെടുത്ത് ഈശോയുടെ അടുത്തിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു ആത്മീയത നമ്മളെ ആകർഷിക്കുന്നില്ലാത്തൊരു കാലത്തിലേക്ക് വന്നു. നമുക്ക് ഒത്തിരി ബഹളങ്ങൾ നടക്കുന്നൊരു കാലമാണ്. ഒത്തിരി ബഹളങ്ങൾ, ഒത്തിരി പ്രസംഗങ്ങൾ. ഞങ്ങളോട് പറയാണ്, മടുത്തു എന്നല്ല ഞാൻ പറയണത്, ആ കാലം കഴിഞ്ഞു എന്നാണ്. എനിക്കങ്ങനെ തോന്നിത്തുടങ്ങി എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ സുവിശേഷ ജീവിതത്തിൽ. ഒത്തിരി ബഹളങ്ങൾ ഉണ്ടാക്കാതെ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാനുള്ള സമയം അതിക്രമിച്ചോ എന്ന് ഈശോ എന്നോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോടത് പറയാൻ തുടങ്ങിയെന്ന് അറിഞ്ഞൂടാ. കാരണം ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നമുക്ക് ആരെ മാത്രം നോക്കിയിരിക്കണം? ഈശോയെ ഇങ്ങനെ ശാന്തമായിട്ട് നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരാത്മീയതയിലേക്ക് നമ്മൾ കയറണം. ഇല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഈശോയെ ബുദ്ധിമുട്ടിച്ച് കർത്താവെ അത് തായോ ഇത് തായോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിന് നമ്മളെക്കുറിച്ച് മടി തോന്നി തുടങ്ങുന്ന കാലമായി. ഒന്നുമില്ലാതെ, ഒരു നിയോഗം പോലും ഇല്ലാതെ ഈശോയോടുള്ള കഠിനമായ സ്നേഹത്താൽ ദേവാലയത്തിൽ പോകുന്ന, ബലിയർപ്പിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. വചനം വായിച്ച് ഇത്ര അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടില്ല, വചനം വായിച്ച് ഈശോയോടുള്ള സ്നേഹം കൂടാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ മനുഷ്യരായിട്ട് നമ്മൾ മാറണം. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേട്ട് കുറേ അറിവ് സമ്പാദിക്കുന്ന ആത്മീയരായിട്ടല്ല, ഒന്നും കിട്ടാതെ ഈശോയുടെ സ്നേഹം മാത്രം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പോയി ബലിയർപ്പിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം. ആ ധ്യാനകേന്ദ്രത്തിലോ ഈ ധ്യാനകേന്ദ്രത്തിലോ ഇവിടെയോ വന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി അത് സാക്ഷ്യപ്പെടുത്തുന്ന ആത്മീയ മനുഷ്യരായിട്ടല്ല, ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സാമീപ്യം, ഈശോയുടെ ദർശനം കിട്ടുന്ന അത് ആഗ്രഹിക്കുന്ന ആത്മീയ മനുഷ്യരായിട്ട് നമുക്ക് മാറണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എളുപ്പമൊന്നുമല്ല, പക്ഷേ കാരണം അപ്പുറത്തെ സൈഡ് ഇങ്ങനെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയപ്പോൾ അവിടുന്ന് ഈശോ ഇത്രയും തന്നു, ഇവിടെ പോയപ്പോൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ഇത്രയും കിട്ടി. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ഈശോയെ സ്നേഹിക്കാൻ, ഈശോയെ കിട്ടാനുള്ളൊരു കൊതി കൊണ്ട് ദേവാലയങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കൊക്കെ ഇനി ബൈബിള് തുറക്കാനും ഒക്കെ ഉള്ളൊരു കൊതി തോന്നാത്തത് എന്തുകൊണ്ടെന്നുള്ളത് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അങ്ങനെ കൊതിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു.
അതാണ് ശരിക്കും ഒരു ആത്മീയതയിലേക്ക് വളരണം. ഈ ബഹളങ്ങളുടെ ഒരു ആത്മീയത മാറി വാതിലടച്ചിരുന്ന് നീയും നിൻ്റെ പിതാവും മാത്രമായിരിക്കുന്ന ഒരു സംഭാഷണത്തിൻ്റെ ആത്മീയതയിലേക്ക് മറിയം ഇരുന്നത് പോലെ നല്ല ഭാഗം തിരഞ്ഞെടുത്ത് ഈശോയെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ആത്മീയതയിലേക്ക് 123 സങ്കീർത്തനമൊക്കെ വായിക്കുന്ന പോലെ കണ്ണുകൾ കർത്താവിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ആത്മീയതയിലേക്ക് നമ്മൾ വളരണം. ഈശോ എന്ത് തന്നു, ഈശോ എന്തൊക്കെ തരും, അവിടെ പോയാൽ എന്ത് കിട്ടും, ഇവിടെ പോയാൽ എന്ത് കിട്ടും, ഇതൊന്നും ചോദിച്ചുകൊണ്ട് സമയം കളയുന്ന കള്ള ആത്മീയക്കാരല്ല. ഈശോയെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മൾ വളരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പുറത്ത് പ്രലോഭനമാണ്, ആത്മീയതയുടെ പ്രലോഭന ലോകമാണ്. ഇപ്പുറത്ത് ഇതാ ഈശോയ്ക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. നിനക്ക് കടം വന്നാലും രോഗം വന്നാലും ജോലി കിട്ടിയില്ലെങ്കിലും പ്രിയപ്പെട്ടവർ ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറയുന്ന ഈശോയുടെ സ്നേഹം, ആ സ്നേഹം അനുഭവിച്ചറിയാനുള്ളൊരു ആത്മീയതയിലേക്ക് നമ്മൾ വളരണം. അതിന് വലിയ ആകർഷണത്വമൊന്നും ഉണ്ടാവില്ല, വലിയ കളറൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ളൊരു ധ്യാനമൊന്നും ചിലപ്പോൾ വിജയിക്കത്തുണ്ടാവില്ല. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്ന അതാണ് ഈ കാലഘട്ടത്തിലൊക്കെ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടാവോ? പക്ഷെ ഇന്നിപ്പം ഇന്ന് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂട്ടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും അത് ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണോ? ഈശോയെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കാം, ഈശോയെക്കുറിച്ച് കുറേ നേരം കേൾക്കാം, ആരാധിക്കാം, ബലിയർപ്പിക്കാം എന്നുള്ള കൊതി കൊണ്ടൊക്കെ തന്നെയാണോ? ആണെങ്കിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, നിങ്ങളിൽ വസിക്കുന്ന ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സോളെ, ഈശോ ആഗ്രഹിക്കുന്ന അതാണ്, നമ്മൾ ഈശോയെ തന്നെ നോക്കിയിരിക്കണം, വേറെ ഒന്നുമല്ല. ഇവിടെ മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ ശരിക്കും നമ്മളെ മുമ്പിൽ കാണിച്ചു തന്നതല്ലേ, നിങ്ങൾ ചുമ്മാ ഈശോയെ നോക്കിയിരിക്കുക. വിശുദ്ധ ജോൺ മാരി വിയാനിയൊക്കെ പറയുന്നൊരു കാര്യമില്ലേ, ഞാൻ ഈശോയെ നോക്കുകയും ഈശോ എന്നെ നോക്കുകയും ചെയ്യുന്ന ഒരു സമയം. ധ്യാനങ്ങളെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഒറ്റ വാക്യത്തിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഇതാണ്, ഞാൻ ഈശോയെ നോക്കുന്നു, ഈശോ എന്നെ നോക്കുന്നു. നമുക്ക് വേറെ ഒന്നും മനസ്സിലുണ്ടാവില്ല. നമ്മൾ മർത്തായുടെ മറിയത്തിൻ്റെ എപ്പിസോഡൊക്കെ ലൂക്കാ സുവിശേഷത്തിൽ കാണുമ്പോൾ നമുക്കറിയാം, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അവളിൽ നിന്ന് അത് എടുക്കപ്പെടില്ല എന്നാണ് ഈശോ പറഞ്ഞത്. ഇപ്പം നമ്മൾ നോക്കിയേ, നമ്മളൊരു കാലത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ ഫോളോ ചെയ്തിരുന്ന പല പ്രാർത്ഥനകളും നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. അതെല്ലാം എടുക്കപ്പെട്ടു. ആ പ്രാർത്ഥന രീതി മാറി, ഈ പ്രാർത്ഥന രീതി മാറി. ഒരു കാലത്ത് നിങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിലൂടെ ഇരച്ചോടിപ്പോയിക്കൊണ്ടിരുന്നു, പിന്നെ അത് മാറി നിങ്ങൾ വേറൊരു ധ്യാനകേന്ദ്രത്തിലോട്ട് പോയി തുടങ്ങി. ഇതെല്ലാം എടുക്കപ്പെട്ടു. അവിടെ ഫോളോ ചെയ്തൊക്കെ മാറി, ഇവിടെ ഫോളോ ചെയ്ത് മാറി. മറിയം ചൂസ് ചെയ്ത കാര്യം അവളിൽ നിന്ന് എടുക്കപ്പെടില്ല എന്ന് പറഞ്ഞു. അത് ഈ ധ്യാനകേന്ദ്രങ്ങൾ മുഴുവൻ ഇല്ലാതായാലും, ധ്യാന പ്രഭാഷകരില്ലാതായാലും, ഇത് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാൻ ഒരാളില്ലാതെ പോകുന്നൊരു സമയം വന്നാലും, നല്ല ഭാഗം നിങ്ങൾ തിരഞ്ഞെടുത്താൽ, അതായത് ഈശോയുടെ അടുത്തിരിക്കുക എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ, ഈ ലോകത്തിൽ ഒരു ധ്യാനപ്രസംഗകരില്ലാത്ത അവസ്ഥ വന്നാൽ പോലും, ധ്യാനകേന്ദ്രങ്ങൾ അടഞ്ഞു പോയാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ യഥാർത്ഥ ആത്മീയത നഷ്ടപ്പെടില്ല. നമുക്കിപ്പോൾ പറ്റുന്ന ഒരു അപകടം എന്താണെന്നറിയോ? അച്ഛൻ്റെ ആത്മീയത കണ്ട് പുറകെ പോകുന്ന ആൾക്കാരായി, അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായി, അച്ഛൻ്റെ പ്രഭാഷണം കേട്ട് ഈശോയെ സ്നേഹിക്കുന്നവരായി മാറി. ആരെയും നോക്കാതെ ഈശോയെ മാത്രം നോക്കി ഈശോയുടെ സ്നേഹത്തിൽ വളരുന്ന യഥാർത്ഥ ആത്മീയ മനുഷ്യരായിട്ട് നമ്മൾ മാറണം. പലരും എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തെയാണ് ഈശോ പ്രസാദിക്കുക, അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തെയാണ് ഈശോ അനുഗ്രഹമാക്കി മാറ്റുക. നമ്മുടെ വിശുദ്ധത്തിൽ 1-2 ഉദാഹരണങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. കർത്താവിനെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ സംസാരിച്ച് ആ സ്നേഹം ആസ്വദിച്ചറിഞ്ഞ് ജീവിതം അനുഗ്രഹമാക്കി മാറ്റി കുറച്ച് മനുഷ്യരെ. ഇനി നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ഇരിക്കണം. അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബാക്കി വലിയ കഥയൊന്നുമില്ലത് അല്ലേ? നിവർന്നിരുന്ന നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിനെ അങ്ങനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അനുഗ്രഹം കിട്ടിയ മനുഷ്യരെക്കുറിച്ച് പറയാൻ പോവാണ്. അതുകൊണ്ട് വെറുതെ ഒന്നുമല്ല, ഈശോയെ നോക്കിയിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാമെന്ന് പോകുന്നില്ല. അനുഗ്രഹത്തിൻ്റെ പെയ്ത്തൊഴുക്ക് മാത്രം ഉണ്ടാവും. ബൈബിളിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ എടുത്ത് കാണിക്കാൻ വേണ്ടി പോവാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം എടുക്കാവും. പുറപ്പാട് പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായം കർത്താവിനെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കി നിന്ന ഒരു മനുഷ്യനാണ്. ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പുറപ്പാട് 33 മോശ കർത്താവിനെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 33-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് ചേർന്ന് ഉറക്കെ വായിച്ചേ. പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം അടിക്കുക പതിവുമായിരുന്നു. അവൻ അതിനെ സമാഗമ കൂടാരമെന്ന് വിളിച്ചു. കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ആ കൂടാരത്തിലേക്ക് പോയിരുന്നു. ഇനി 11-ാമത്തെ വാക്യം വായിച്ചേ. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാമിമുഖം സംസാരിച്ചിരുന്നു. ആദ്യത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. 7-ാം വാക്യം.
പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരമടിക്കുക പതിവായിരുന്നു. അപ്പം മോശയുടെ പ്രാർത്ഥനാ രീതി എന്തായിരുന്നു? അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന ആത്മീയ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഈ ജനത്തെ മുഴുവൻ നയിക്കുകയാണ്. വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പതിവായി മോശ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് വിശുദ്ധരെന്ന് പറയുക. എന്താണ് പതിവായി ചെയ്തുകൊണ്ടിരുന്നത്? പാളയത്തിന് പുറത്ത് ഒരു കൂടാരമടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വെയിൽ കൊള്ളാതിരിക്കാൻ ആണോ? അല്ല, എന്തിനാണ്? ആ സ്ഥലത്തിനൊരു പേര് വിട്ടു. എന്താണ് ആ ഒരു കൂടാരം? എന്ത് കൂടാരാണ്? സമാഗമ കൂടാരം, ദ മീറ്റിംഗ് ടെൻറ്റ്. ആരെ മീറ്റ് ചെയ്യുന്ന ടെൻറ്റാണ്? കർത്താവിനെ കണ്ട് സംസാരിക്കുന്ന സ്ഥലം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പാളയത്തിന് പുറത്ത് നമുക്കിപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഇങ്ങനെ ചിന്തിക്കുക. നമ്മുടെ തിരക്കുകളുണ്ട്, നമ്മളൊരു ദിവസം മുഴുവൻ കിടന്ന് അധ്വാനിക്കുന്നവരാണ്, വൈകുന്നേരം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കട്ടിലിലോട്ട് കയറുന്നവരാണ്. നമ്മൾ എന്തോരം സമയം ഇങ്ങനെ പതിവായി എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും, ആരെ കണ്ടില്ലേലും, എത്ര ജോലികൾ തീർക്കാൻ പറ്റിയില്ലേലും ഈശോയുമായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ എന്ന് നിർബന്ധത്തോടെ ജീവിക്കുന്ന മനുഷ്യരുണ്ടോ? നിങ്ങളുണ്ടോ അങ്ങനെ? ഒരു സമാഗമ കൂടാരം എല്ലാ ദിവസവും പാളയത്തിന് പുറത്ത് കെട്ടുന്നവരാണോ നിങ്ങൾ? ചില സമയത്ത് ഇങ്ങനെ നമ്മൾ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റിട്ട് ഈശോയെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വൈകുന്നേരം ഈശോയെ ഞാൻ മുഴുവൻ പണിയെടുത്തല്ലേ കർത്താവെ, ആ പണി മുഴുവൻ നീ പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനിട്ട് രാത്രി ഒരു പണി കൊടുത്തിട്ട് ചിലപ്പോൾ കടന്നുറങ്ങുന്നവരുണ്ടാകും. മോശ എന്നാ ചെയ്തെന്ന് നോക്ക്. ഇത്രയധികം വരുന്ന ജനത്തെ കഷ്ടപ്പാടിലൂടെ മരുഭൂമിയുടെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. പക്ഷേ ഒരു പ്രയോറിറ്റി ആയിട്ട് കണ്ടു. പതിവായിട്ട് മോശ എന്ത് ചെയ്തു? കൂടാരമടിച്ച് കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ പറ്റിപ്പോകുന്ന അബദ്ധങ്ങളല്ലേ? എല്ലാ തിരക്കുകളും കഴിഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് ചിലപ്പോൾ ഇരിക്കും. നിങ്ങൾ പണ്ട് വീട്ടിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ഏത് സമയത്താണ്? പണ്ട് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് മിക്ക വീടുകളിലും നമ്മളൊരു 6:30-7 മണിക്കൊക്കെ കുടുംബ പ്രാർത്ഥന ചൊല്ലി. ഇപ്പോൾ ഉണ്ടോ കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്നാന്ന് മനസ്സിലാവുന്നുണ്ടോ? 1980s അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. ഇപ്പോഴും ഉണ്ട്, നിങ്ങളുടെ വീടുകളിലുണ്ട്. ടൈം മാറിയോ എനിക്കറിയാൻ പാടില്ല, നിങ്ങളുടെ വീട്ടിലോട്ട് വരാനുള്ള സമയമില്ല. മിക്കവാറും ഇത് പല കാരണങ്ങൾ പറഞ്ഞു. എല്ലാവരും എത്തണ്ടേ, എല്ലാം കഴിയണ്ടേ, പാത്രം കഴുകണ്ടേ, പിള്ളേർ ഉറങ്ങണ്ടേ, സീരിയൽ കഴിയണ്ടേ അല്ലേ? സീരിയലൊന്നും കാണുന്നില്ല നിങ്ങളിപ്പം. എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. രണ്ടും ഏകദേശം ഒരുപോലെ പോകുന്നു എന്നൊക്കെ ഈ അടുത്തിടയ്ക്ക് ഒരു പയ്യൻ വന്ന് പറഞ്ഞു. അഡിക്റ്റഡായി പോയെന്നേ, സ്നേഹം കൊണ്ട് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ച എല്ലാം കഴിഞ്ഞ് ചില വീടുകളിൽ സ്ഥിരമായിട്ട് കുടുംബ പ്രാർത്ഥനയുണ്ട്. മിക്കവാറും 9 മണി കഴിഞ്ഞ് 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുന്നുണ്ട് എന്നൊരു തൃപ്തി നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഒന്ന് ഓർത്തേക്കണം, നമ്മൾ എന്തിനാ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന്. എല്ലാം കഴിഞ്ഞിട്ട് ചെല്ലാനുള്ളതാണോ പ്രാർത്ഥന? ആ പ്രാർത്ഥന എന്നുള്ള വാക്ക് ഒഴിവാക്ക്. നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണോ കർത്താവിനെ കാണുന്നത്? തിരക്കുകളെല്ലാം കഴിഞ്ഞ് പണികളെല്ലാം തീർത്ത് അവസാനം ചെയ്യേണ്ട ഒരു കാര്യമാണോ പ്രാർത്ഥന? ഇല്ലെങ്കിൽ ഈശോയെ കാണുക എന്നുള്ളത് അത്രയ്ക്ക് കുഞ്ഞാണോ? അത്രയ്ക്ക് ചീപ്പാണോ ഈശോ? നമുക്കൊരു ആവശ്യം വരികയാണെങ്കിൽ, നമുക്കൊരു പ്രശ്നത്തിലാണെങ്കിൽ നമ്മളിത് ആദ്യം ചെയ്ത് തീർക്കത്തില്ലേ? നമ്മൾ ആദ്യം അത് ചെയ്യും. പക്ഷെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കഴിയട്ടെ എന്നിട്ട് കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലാമെന്നുള്ള ഒരു രീതി നമ്മുടെ ഉള്ളിൽ വന്നു. തിരുത്തണം. മോശയ്ക്ക് തിരക്കുകളുണ്ടായിരുന്നു. മോശയ്ക്ക് ജനത്തെ മുഴുവൻ നോക്കേണ്ടതുണ്ടായിരുന്നു. ഒരു കുടുംബത്തെ നോക്കുന്നതിനെക്കാട്ടും പെടാപ്പാടാണ് ഒരു പഞ്ചായത്തിനെ നോക്കുക. പഞ്ചായത്ത് മാത്രമല്ല, ഇത്രയധികം ജനം, ലക്ഷത്തെ ഈ ഇസ്രായേൽ ഈ കാനാൻ ദേശത്തേക്ക് നയിക്കാനുണ്ട്. അത്ര വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഈ പല ടൈപ്പ് ആളുകളെ മുറുകെ പിടിച്ചുകൊണ്ട് മോശ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പതിവായി അവൻ സമാഗമ കൂടാരം അടിച്ചു. പാളയത്തിന് പുറത്ത് അവനൊരു സമയം മാറ്റിവെച്ച് കർത്താവിൻ്റെ ഹിതമാരായാൻ വേണ്ടി, കർത്താവിൻ്റെ മുഖം കാണാൻ വേണ്ടി അവൻ കൂടാരം അടിച്ചിരുന്നു. ആ കൂടാരത്തിൽ വെച്ച് അവൻ ഉണ്ടായത് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയല്ല. ഒരുപാട് കർത്താവിൻ്റെ സ്വരം കേട്ടു എന്നല്ല പറയുക, ദൈവത്തോട് മുഖാമിമുഖം സംസാരിക്കാൻ അവന് സാധിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം മുഖത്തോട് മുഖം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അച്ഛനെ നോക്കുന്ന പോലെയോ ഞാൻ നിങ്ങളെ നോക്കുന്ന പോലെയോ മുഖം കണ്ടു എന്നല്ല. അടുത്ത അധ്യായത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നിനക്കെൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല, എൻ്റെ മുഖം കണ്ടാൽ നീ മരിക്കും. ഹെബ്രായ ബൈബിളിൽ ഈ ഒരു വാക്കാണ് നിങ്ങൾ ഓർത്തിരിക്കണം. പാനിപ്പൂരി വെള്ളം ഒക്കെ ഓർത്തിരുന്നാൽ മതി. ഹീബ്രു വാക്കൊക്കെ പഠിച്ചിട്ട് പോവുക. പാനിം, മുഖം, സാന്നിധ്യം, രണ്ടിനും ഒരേ വാക്ക് ഉപയോഗിക്കുക. ഫേസ് ആൻഡ് പ്രസൻസ്. വാക്കൊന്ന് ഉറക്കെ പറയാമോ? പാനിം, മുഖം അല്ലെങ്കിൽ സാന്നിധ്യം. മുഖം കണ്ടു എന്ന് വെച്ചാൽ എന്ത് കണ്ടു എന്നാ? ഈ മോന്ത അല്ല. എന്ത് കണ്ടു? സാന്നിധ്യം. കർത്താവിൻ്റെ സാന്നിധ്യം ആ കൂടാരത്തിൽ അവൻ എപ്പോഴും കണ്ടിരുന്നു. പ്രിയപ്പെട്ട സ്വരങ്ങളെ, അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ദേവാലയമായിരിക്കാം, നമ്മുടെ കൊച്ചു പ്രാർത്ഥനാ മുറി ആയിരിക്കാം, നിങ്ങൾ വൈകിട്ട് കിടക്കണതിന് മുമ്പ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊരു പായായിരിക്കാം,
നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന കട്ടിലായിരിക്കാം. എല്ലാ ദിവസവും പതിവായി തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ടല്ല, ഏത് തിരക്കിലും ഈശോയുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട്, ഈശോയുടെ മുഖം, ഈശോയുടെ സാന്നിധ്യം കാണാൻ വേണ്ടി സമയം മാറ്റിവെക്കുക. അങ്ങനെയുള്ള ആത്മീയ മനുഷ്യരെയാണ് ഈശോ ഹൃദയത്തിലെടുത്ത് സൂക്ഷിച്ചു വെക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ആത്മീയതയെ നമ്മുടെ ജീവിതത്തെ മാറ്റുകയുള്ളൂ. മോശ അത്രയും നേരം ഇരുന്ന് കർത്താവിനോട് സംസാരിച്ചു. കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ മോശയ്ക്ക് എന്നാ സംഭവിച്ചതെന്ന് നമ്മൾ ബൈബിൾ വായിക്കുക. എന്നാ സംഭവിച്ചേ? മോശയുടെ പശുവിന് 2 കുഞ്ഞുണ്ടായി. ആണോ? അല്ല, നമ്മൾ സമാഗമ കൂടാരമൊക്കെ അടിക്കുന്നതാണോ? കർത്താവേ 3 ദിവസം ഞാൻ ഈ കൂടാരത്തിൽ വരാം, എനിക്ക് എന്ത് തരും? ആ ചേച്ചി ഇവിടെ വന്ന് 3 ദിവസം കൂടാരം അടിച്ചപ്പോൾ ആ ചേച്ചിക്ക് ഇത്രയും കിട്ടിയല്ലോ, എനിക്കെന്ത് തരും? ഇതൊന്നും അല്ല മോശ ചോദിച്ചത്. മോശയുടെ മുമ്പിൽ ഒറ്റ നിയോഗമുള്ളൂ. അതൊരു നിയോഗം പോലുമല്ല. കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം, കർത്താവിനെ കാണണം, കർത്താവിൻ്റെ സാന്നിധ്യം അറിയണം. അങ്ങനെ ഓരോ തവണ കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴും മോശയ്ക്ക് എന്താ സംഭവിച്ചേ? അനുഗ്രഹത്തിൻ്റെ വലിയൊരു ബാഗും പിടിച്ചുകൊണ്ട് വരികയല്ല ചെയ്തത്. മോശയുടെ മുഖം ഒരു ദൂതനെ പോലെ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ജനത്തിന് മോശയെ കണ്ടിട്ട് നേരെ നോക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് മോശ എന്നാ ചെയ്തു? ഒരു പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് വന്നു എന്നാണ്. പർദ്ദയല്ല, ഒരു മൂടുപടമൊക്കെ ഇട്ടുകൊണ്ട് വന്നു. കാരണം അത്രയ്ക്ക് പ്രകാശമായിരുന്നു. കാരണം ആരെ കണ്ടിട്ട് ഇറങ്ങി വന്നേ? ദൈവത്തെ കണ്ടവൻ്റെ മുഖം മാറി, ജീവിതം മുഴുവൻ മാറി. നമ്മുടെ പ്രശ്നങ്ങളെ മുഴുവൻ മാറി എന്നല്ല, ആ പ്രശ്നത്തെ മുഴുവൻ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഇനി ഒരു പുതിയ മനുഷ്യനായിട്ട് നമ്മളെ പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലോട്ട് കിട്ടുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ വളരെ നിരാശപ്പെട്ട് നമ്മളിരിക്കുകയാണ്. പക്ഷെ അപ്പോഴത്തേനും നമ്മൾ ബൈബിളൊന്നും എടുത്ത് വായിക്കുന്നു, ഒരു വചനം കേൾക്കുന്നു, നമ്മുടെ ഉള്ളിലോട്ടൊരു പ്രകാശം നിറയുന്നത് കണ്ടിട്ടില്ലേ? വലിയ സങ്കടത്തിലാണ്. നിങ്ങളൊരു പോയിട്ട് ദേവാലയത്തിൽ പോയി ആരാധനയ്ക്ക് ഇരിക്കുന്നു, തിരിച്ചിറങ്ങി വരുമ്പോഴത്തേനും പ്രശ്നമൊന്നും മാറിയിട്ടില്ല. പക്ഷെ ആ പ്രശ്നത്തെ ഇനി നേരിടാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു ധൈര്യം കിട്ടുന്നത് കണ്ടിട്ടില്ലേ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അനുഭവിച്ചിട്ടുണ്ടോ അത്? അങ്ങനെ ഇരിക്കണം. പ്രശ്നങ്ങൾ മാറും എന്നല്ല പറയണത്, ആ പ്രശ്നത്തെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നമ്മളെ അങ്ങ് മാറ്റിയെടുക്കാം. ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ചില സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ടാകാം. ഒരു കാലത്ത് പരാതിപ്പെട്ടവർ പിന്നീട് പ്രത്യാശയോടെ നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെന്താണെന്നറിയോ? ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് അവർ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ പ്രശ്നം മാറി എന്നല്ല, ആ പ്രശ്നത്തെ ഇനി വേറൊരു കണ്ണോടുകൂടി കാണാൻ അവരുടെ ഉള്ളിലൊരു പ്രത്യാശ നിറഞ്ഞു. ആ സാന്നിധ്യം പ്രശ്നത്തെ മാറ്റിയില്ല, അവരെ അങ്ങ് മാറ്റി. ചേർന്ന് പറ ഹല്ലേലൂയ. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. പക്ഷെ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാറിയിട്ടുണ്ട്. ആ പ്രശ്നത്തെ നേരിടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം വന്നിട്ടുണ്ട്. ചേർന്ന് പറ ഹല്ലേലൂയ. അവിടെയൊക്കെയാണ് ഒരു ധ്യാനവും ഒരു ആരാധനയും ഒരു കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സമയമൊക്കെ അനുഗ്രഹമായിട്ട് മാറുക. നമ്മളെ ഇത് മാറ്റണം. മോശ പോയിരുന്നു, കർത്താവിൻ്റെ അടുത്ത് പോയിരുന്നു, അവൻ്റെ മുഖം മാറി. നമ്മളെ മാറ്റിയെടുക്കുന്ന ദൈവ സാന്നിധ്യം അത് ഈശോയുടെ അടുത്തിരിക്കും മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടല്ല, ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്ത് നമ്മൾ ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറും. ഈ മോശയുടെ ജീവിതം അനുഗ്രഹമായി മാറിയതിനെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വായന കാണുന്നുണ്ട്. എടുക്കാവോ? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 45-ാമത്തെ അധ്യായത്തിൽ മോശയ്ക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച്. പിന്നീട് സമയമെടുത്ത് ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. പ്രഭാഷണം 45-ൻ്റെ 1 മുതൽ 5 വരെ 1-2 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കർത്താവിൻ്റെ മുഖം കണ്ട, കർത്താവിൻ്റെ സാന്നിധ്യം കണ്ട മോശയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. 2-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് ചേർത്ത് വായിച്ചേ. പ്രഭാഷകൻ 45-ൻ്റെ 2. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. കർത്താവിൻ്റെ മുഖം കണ്ടവൻ ആരെപ്പോലെ ആയി? മാലാഖമാരെ പോലെ ആയി. മറ്റൊരു അനുഗ്രഹം 3-ാമത്തെ വാക്യം വായിച്ചേ. അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. അവർ നല്ല രീതിയിൽ ആവണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നാ ചെയ്യണ്ടേ? അവരെ ആദ്യം ആരുടെ അടുത്തേക്ക് ഇരുത്തണം? ഈശോയുടെ അടുത്തിരുത്തണം. പ്രശ്നങ്ങളൊക്കെ അവർ നിങ്ങളോട് വന്ന് പറയുമ്പോൾ അവരോട് എന്നാ പറയണം? പ്രശ്നം മാറ്റിക്കോളും, അമ്മച്ചി പ്രാർത്ഥിച്ചോളാം, ചാച്ചൻ പ്രാർത്ഥിച്ചോളാം എന്നല്ല, നീ പോയിട്ട് ഈശോയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയണം. ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഈശോയുടെ അടുത്ത് പോയിരിക്കുക. നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. സമുന്നതയാക്കി കർത്താവ് മാറ്റും. ചേർന്ന് പറ ഹല്ലേലൂയ. കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ, കുഞ്ഞുമക്കളൊക്കെ ഇത് സ്വീകരിക്കാമോ? നിങ്ങളെ കർത്താവ് സമുന്നതരാക്കി മാറ്റും. അച്ഛൻ പറയുന്നതുകൊണ്ടല്ല, വചനം പറയുന്നതുകൊണ്ട് കേക്ക്. നിങ്ങളെ സമുന്നതരാക്കി മാറ്റും. മോശയെപ്പോലെ കർത്താവിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ട്, സാന്നിധ്യം കാണാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കണം. അതിനൊരു പ്രയോറിറ്റി കൊടുക്കണം. മറ്റൊരു അനുഗ്രഹം കണ്ടേ. 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകി. 4-ാം വാക്യം,
വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. 5-ാം വാക്യം ശ്രദ്ധിച്ചേ. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ മാത്രം അത്ര വലിയ അനുഗ്രഹം കർത്താവ് മോശയ്ക്ക് കൊടുത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓർത്ത് നോക്ക്, മോശ പൂർണ്ണമായിട്ട് മാറി. ഈ മോശയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഏറ്റവും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഈ നിയമാവർത്തന വ്യവസ്ഥ അവസാനിക്കുമ്പോൾ മോശ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ. മോശയുടെ ഒരു കർത്താവ് കൊടുത്തൊരു ദൗത്യമായിരുന്നു ഈ ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് എത്തിക്കണം. നോർമലായിട്ട് ഇത്രയും വലിയൊരു ജോലി ചെയ്ത മോശയ്ക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്താണ്? കർത്താവ് ഒരു സമ്മാനം മോശയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കണം? ന്യായമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താ? ഈജിപ്തിലൊക്കെ പോയി ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ മരുഭൂമിയിൽ കൂടെ ഈ തലതെറിച്ച മനുഷ്യരെല്ലാം കൂടെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മാനുഷികമായിട്ട് ദൈവം എന്ത് കൊടുക്കണം ഈ മോശയ്ക്ക്? എന്ത് അനുഗ്രഹം കൊടുക്കണം? മിനിമം എന്ത് കൊടുക്കണം? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് നിങ്ങളിങ്ങനെ പൈസ സൂക്ഷിച്ചു വെക്കും, അടിച്ചു മാറ്റിയതും പിരിച്ചതും അങ്ങനെയല്ല, അധ്വാനിച്ചതും ഒക്കെ ആയിട്ടുള്ളതൊക്കെ നിങ്ങളിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നു. നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഒരു വീട് പണിയണം എന്നുള്ളത്. ഓക്കെ, ഒത്തിരി കാലം ഇങ്ങനെ വാടക വീട്ടിൽ കഴിഞ്ഞ സങ്കടങ്ങളിലൂടെ കൂടെ കടന്നു പോകുന്ന മനുഷ്യരില്ലേ, സ്വന്തമായിട്ടൊരു വീട് വേണം, വലിയ ആഗ്രഹമാണ്. അപ്പം നിങ്ങൾ അപ്പനും അമ്മയും നന്നായിട്ട് അധ്വാനിച്ചു, ഒരു 5-6 വർഷം ഇങ്ങനെ കടന്ന പൈസയൊക്കെ ഉണ്ടാക്കി 10 വർഷത്തോളം കാത്തിരുന്ന് ലോൺ എടുത്തു, അവസാനം നല്ലൊരു വീട് പണിതു. കർത്താവ് നിങ്ങൾക്ക് ഇത്രയും കാലത്ത് നിങ്ങളുടെ അനുഗ്രഹത്തിനും ആഗ്രഹത്തിനും അധ്വാനത്തിനും നിങ്ങൾ കർത്താവിൽ അർപ്പിച്ച പ്രത്യാശയ്ക്കും ഈശോയ്ക്ക് നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും നല്ല അനുഗ്രഹം ഒരു ദിവസം ആ വീട്ടിൽ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. പക്ഷെ വീട് വെഞ്ചരിപ്പിൻ്റെ തലേ ദിവസം നിങ്ങളുടെ മകൻ പറയുന്നു, അല്ല പോട്ടെ മകളും കൂടെ പറയുന്നു, രണ്ടുപേരും കൂടെ പറയട്ടെ, അപ്പനും അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനത്തെ സംഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരിക്കലും ഉണ്ടാവാറില്ല അങ്ങനത്തെ ഒന്നും. നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ച് നോക്ക്. കർത്താവിനോട് ചോദിക്കില്ലേ, കർത്താവേ ഒരു മിനിമം, ദൈവമൊക്കെയാണ്, ഒരു മിനിമം മനുഷ്യത്വം കാണിച്ചുകൂടെ ദൈവമേ എന്ന് ചോദിച്ചു പോകും. മോശയോട് കർത്താവിന് കാണിക്കാൻ പറ്റുന്ന മിനിമം മനുഷ്യത്വമാണ് എന്ത്? ഈ കഷ്ടപ്പെട്ട് ഇവിടം വരെ ഉമ്മാരെ കൊണ്ടുവന്ന് മിനിമം കാനാൻ ദേശത്ത് പോയി ഒരു ചായ കുടിക്കാനെങ്കിലുള്ള തേനും പാലും ഒക്കെ പോട്ട്, അത് വേണ്ട, വയറിളകുമെന്ന് വിചാരിക്കാം, ഒരു ചായ, ഒരു കാലിച്ചായ. മൈ ഗോഡ്, നോ. മോശയ്ക്ക് ഒരു അനുഗ്രഹം കൊടുത്തുള്ളൂ. അനുഗ്രഹം എന്നൊക്കെയാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കുക. നെബോ മലയുടെ മുകളിൽ കയറി നിന്ന് വേണേ കണ്ടോ, അതെന്നെ അനുഗ്രഹമാണ്. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അതൊക്കെ ഭയങ്കര സ്പിരിച്വലി മീനിങ് ഉള്ളൊരു സംഭവമാണ്. നമ്മളാണ് എന്നാ ചെയ്യും? കർത്താവ് ഒരുമാതിരി അതർ സൈഡ് പരിപാടി കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അന്നോടുകൂടി നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തീരും. മോശ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ ഇതിന് സാധിച്ചു എന്ന് ചോദിച്ചാൽ, അതായത് ഞാൻ ഇതുവരെ വന്ന ഒരു ജനം, ആ ജനത്തെ ലീഡ് ചെയ്തത് ഞാനാണ്. ഈ ട്രോഫി കിട്ടുന്നവരെ എത്തിച്ച ഞാനാണ്. ഈ ട്രോഫി മേടിക്കാൻ നേരത്ത് ക്യാപ്റ്റൻസി തിരിച്ചു മേടിക്കുന്നു. ഈ കുടുംബത്തെ ഇതുവരെ നയിച്ചത് ഞാനാണ്. ഇപ്പം ക്രെഡിറ്റ് മുഴുവൻ അവർക്ക്. ഇവർ ഈ വഴി മുഴുവൻ നടത്തിയത് ഞാനാണ്. ക്രെഡിറ്റ് മുഴുവൻ അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് എത്തി നോക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. മോശ എത്തി നോക്കി, ദേശം മുഴുവൻ കണ്ടു, ഒരു പരാതിയും കർത്താവിനോട് പറഞ്ഞില്ല. ഇനി അതിനെക്കാട്ടും വിഷമിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പച്ച മനുഷ്യനാണ് നമ്മൾ. നിങ്ങൾ ഓർത്ത് നോക്ക്, ഇതുവരെ നയിച്ചത് ഞാനാണ്. ഇപ്പം ആണ്ടേ 2 ചെറുക്കന്മാർ, ജോഷുവായും കാലേബും. മാനുഷികമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു പ്രലോഭനത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അറിഞ്ഞുകൂടാ, ഇപ്പോഴും മക്കൾക്ക് സ്വത്ത് വിട്ടുകൊടുക്കാത്ത മാതാപിതാക്കളുണ്ട്. കൊടുക്കത്തില്ല, തീർന്നു. ഇനി ഈ ചെറുമകൻ്റെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ കൊച്ചിനെയും കൂടെ കണ്ടിട്ടേ കർത്താവെ നീ എന്നെ എടുക്കാവുള്ളേ എന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സ്വത്തെഴുതി കൊടുക്കത്തില്ല. അവന് കെടുകാര്യസ്ഥതയാണ്, അവന് നോക്കാൻ നടത്തത്തില്ല, അവർക്ക് നോക്കാൻ അറിയത്തില്ല. നിങ്ങളെക്കാട്ടും നന്നായിട്ട് അവർ നോക്കുമായിരിക്കും, വിട്ടുകൊടുക്കത്തില്ല. മരണക്കിടക്കെ കിടക്കുമ്പോഴും എഴുതി കൊടുക്കത്തില്ലാത്ത മാതാപിതാക്കളുണ്ട്. നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. വിട്ടുകൊടുക്കത്തില്ല, അവന് പറ്റത്തില്ല, അവർക്ക് പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സോറി, എല്ലാ മണ്ഡലങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇത്. ആത്മീയ മണ്ഡലങ്ങളുണ്ട്. വിട്ടുകൊടുക്കില്ല. ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ നിന്നാലേ ശരിയാവുള്ളൂ, ഞാൻ ധ്യാന എതിർത്തി ശുശ്രൂഷയാണ്, ജിൻസച്ചൻ ചെയ്താലേ ശരിയാവുള്ളൂ, വേറെ ആര് വന്നാലും ശരിയാവില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവത്തെ കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടേതാണ്. ദൈവത്തെ കണ്ടവന്, ദൈവത്തിൻ്റെ മുഖദർശനം കിട്ടിയവന്, ആ സാന്നിധ്യം കിട്ടിയവന്, കർത്താവ് എനിക്ക് ആ ട്രോഫി വേണ്ട, ഇവിടെ നിന്ന് എത്തി നോക്കാനാണ് നീ പറയുന്നതെങ്കിൽ അത് മതി. ഞാൻ ഇതുവരെ അധ്വാനിച്ച് ഇവിടം വരെ വിജയത്തിൽ ഞാൻ കൊണ്ടെത്തിച്ചതാണ്.
ക്രെഡിറ്റ് എനിക്ക് കിട്ടുന്നില്ല, ജോഷുവായ്ക്കും കാലേബിനുമാണ്, ഓക്കെ എനിക്ക് ക്രെഡിറ്റ് നീ തന്നാൽ മതി എന്ന് പറഞ്ഞ് മോശയെപ്പോലെ പിൻവാങ്ങാൻ നമുക്ക് പറ്റണമെങ്കിൽ കർത്താവിൻ്റെ മുഖദർശനം കിട്ടിയവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കി നമ്മൾ പറയും, നമ്മൾ കൂടാരം അടിച്ചു, നമ്മൾ പള്ളിയിൽ പോയി, നമ്മൾ പ്രാർത്ഥിച്ചു, ബൈബിൾ തിരിച്ചും മറിച്ച് എഴുതി, ബൈബിൾ മുഴുവനായിട്ട് വായിച്ചു, ഇവിടെ ധ്യാനം ഓർഗനൈസ് ചെയ്തു, അവിടെ കൺവെൻഷൻ നടത്തി, ഇത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇത്രയും സഹായം ചെയ്തു. പക്ഷേ ജീവിതത്തിൽ ഒരു കാര്യം വരുന്ന സമയത്ത് വിട്ടുകൊടുക്കാനും തയ്യാറല്ല, എളിമപ്പെടാനും തയ്യാറല്ല. അത് ആത്മീയതയല്ല, കർത്താവിനെ കണ്ടിട്ടില്ലാത്ത കപട ആത്മീയതയാണത്. ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണത്. ബാക്കി എല്ലാ പ്രാർത്ഥന രീതികളുണ്ട്, മുട്ടക്കാട്ടം പ്രാർത്ഥനയുണ്ട്, ഈശോ പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഹല്ലേലൂയ നമ്മൾ പറയാറുണ്ട്. കർത്താവ് ചോദിക്കും, കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാവോ, മാലാഖമാരുടെ ചിറകടി ഞാൻ കേട്ടോട്ടെ എന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്ന സമയങ്ങളുണ്ടാവും. ബഹളാണ്. നമുക്ക് ഈ ശാന്തമാകാനുള്ള ആത്മീയത നമ്മളെ വിളിക്കുന്നുണ്ട്. ബഹളങ്ങളുടെ ആത്മീയതയല്ല, ഈശോയുടെ മുഖം കണ്ട് സാന്നിധ്യം കണ്ട് തൃപ്തി അടയുന്ന ഒരാത്മീയത. അങ്ങനെയുള്ള ആത്മീയതയെ നമ്മളെ മാറ്റത്തുള്ളൂ. മോശയെപ്പോലെ എളിമപ്പെടാൻ, കർത്താവിൻ്റെ ഇഷ്ടം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് മാറണമെങ്കിൽ അവിടുത്തെ മുഖം കണ്ടേ മതിയാവൂ. എന്ത് തരത്തിലുള്ള ആത്മീയത നമുക്ക് വേണ്ടതെന്ന് കുറച്ച് പിടികിട്ടുന്നുണ്ടോ? നമ്മളെ മാറ്റുന്ന ഒരു ആത്മീയത. അതെവിടെയാണ്? ഈശോയുടെ മുഖം കാണുമ്പോൾ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ വെച്ച് പള്ളിയിലോ വീട്ടിലോ ഒക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഡിവൈൻ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ളവരുന്ന് കയർത്തോ, ഈശോയുടെ ഒരു സാന്നിധ്യമൊക്കെ കുഞ്ഞായിട്ടെങ്കിലും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ മാറിയോ? അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു, കൈപൊക്കണ്ട. ഈശോയുടെ മുഖം കണ്ടയാൾ മാറും എന്ന് വെച്ചാൽ പിന്നെ സങ്കടപ്പെടില്ല, ദേഷ്യപ്പെടില്ല എന്നൊന്നുമല്ല കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ വയറിങ് സിസ്റ്റമായിട്ടൊക്കെ തന്നെയല്ല ഈശോ നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. പിന്നെ വിഷമം വരുമ്പോൾ നമ്മൾ അറിയും, സങ്കടം വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ഒപ്പിക്കും. പക്ഷെ നമ്മൾ പിന്നെ ആ പ്രശ്നങ്ങളെയൊക്കെ കാണുന്ന രീതി മാറും. ഒത്തിരി പ്രാർത്ഥിച്ച് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എത്ര സ്ട്രോങ് ആണെന്ന് അറിയാൻ പോകുന്നത് മുട്ടൻ്റെ ഒരു വെല്ലുവിളിയൊക്കെ വരുന്ന സമയത്തായിരിക്കും. അല്ലേ? വിഷമം വരും നമുക്ക്. പക്ഷേ കുറേ നാൾ കാത്തിരി ചിലപ്പോൾ കുഞ്ഞു വാതിലൊരെണ്ണം തുറന്ന് കിട്ടും, ഇനി ബാക്കി തുറക്കും. അല്ലേ? ചിലപ്പോൾ നമ്മൾ തീർന്നെന്ന് വിചാരിക്കും. ചില സമയത്ത് കുടുംബം മുഴുവനും കൂടെ തീർന്നെന്ന് വിചാരിച്ച് പോകുന്ന സമയങ്ങൾ, സങ്കടങ്ങളൊക്കെ നമുക്ക് വരും. ചിലപ്പോൾ വീട്ടിൽ ഒരാൾ സങ്കടപ്പെടുമ്പോൾ നമുക്കെല്ലാം സങ്കടം വരില്ലേ? അതുപോലത്തെ പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ അപ്പോൾ നമ്മളിങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ചെയ്യും, കർത്താവേ ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചത് എന്തായി, ഞാൻ ഇത്രയും പള്ളിയിൽ പോയതൊക്കെ എന്തായി? പക്ഷെ വിട്ടുകൊടുക്കത്തില്ല നമ്മൾ. കർത്താവിൻ്റെ മുഖം കണ്ടവർ പിടിച്ച് കയറി കരയും, വിഷമിക്കും, സങ്കടപ്പെടും, ഈശോയോട് പിണങ്ങും. പക്ഷെ മാറിയ ജീവിതമായിരിക്കും. അതൊക്കെയാണ് യഥാർത്ഥ ആത്മീയത. ശക്തിയോട് പറയാം ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന കുറേ പേരും അങ്ങനെ മാറിയവരാണ്. നിങ്ങളെ ഓർത്ത് ഭാരതം അഭിമാനിക്കുന്നില്ല, കർത്താവ് അഭിമാനിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖം കണ്ട മനുഷ്യരാണ് ശരിക്കും മാറിയവർ. അവർക്ക് മാത്രമേ ഈ മനുഷ്യരുടെ ജീവിതത്തെ മാറ്റാനും പറ്റൂ. ബാക്കി നമ്മൾ എത്ര ഉപദേശങ്ങൾ കേട്ടാലും ഇത് ശരിയാവും, അത് ശരിയാവും, ഇങ്ങനെ ചെയ്തു നോക്കുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമ്മൾ ഉപദേശിച്ചിട്ട് നമ്മുടെ ജീവിതം മാറാത്ത എന്താണെന്നറിയോ? ഈ ഉപദേശിക്കുന്നവർ കർത്താവിനെ കാണാതെ പോയെങ്കിൽ അവർ പറയുന്ന ഉപദേശങ്ങൾ നമ്മളെ മാറ്റത്തില്ല. ഞാൻ മണിക്കൂറുകൾ കടന്ന് നിങ്ങളോട് പ്രസംഗിച്ചാലും ഒന്നും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ പോകുന്നില്ല. എപ്പോൾ സ്പർശിക്കുമെന്നറിയോ? ഞാൻ കർത്താവിനെ കണ്ടിട്ട് ജീവിതം മാറ്റിയവനാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളെ മാറ്റും. അതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെയും കർത്താവിൻ്റെയും കുഴപ്പമായിട്ട് ഞാൻ അതിനെ ഏറ്റെടുത്തോളാം. ജീവിതം മാറും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മോശയെ പോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് പ്രിയപ്പെട്ട ദാവീദ്. കർത്താവിൻ്റെ ഹൃദയത്തോട് ഇണങ്ങി നിന്ന മനുഷ്യനാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ സാക്ഷ്യപ്പെടുത്തുക. സങ്കീർത്തനം 27 എടുക്കാവോ? 27-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ സുന്ദരമായ സങ്കീർത്തനമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് പറയുന്നൊരു സങ്കീർത്തനമാണ്. അതിനകത്ത് ദാവീദ് തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്ന ദാവീദിൻ്റെ വലിയൊരു പ്രാർത്ഥനയും ആഗ്രഹവും. 27:4 എല്ലാവരും ചേർന്ന് വായിച്ചേ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. എന്താണത്? വായിച്ചോ. കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. നിർത്തി അത് വായിച്ചത് കാണാപ്പാടം പഠിച്ച് അതൊരു ജീവിത നിയമമാക്കി മാറ്റണം. ഒറ്റ ആഗ്രഹമുള്ളതെന്നാണ് ദാവീദ് പറയുന്നത്. എന്താണ്? രാജാവാകണം എന്നാണോ? രാജാവായി ഇവിടെ നിലനിൽക്കണം എന്നാണോ? എൻ്റെ കുടുംബം ഇങ്ങനെ ചരിത്രം കൊള്ളടുത്തോളം കാലം അറിയപ്പെടണം എന്നാണോ? ഇല്ല, അതെല്ലാം കർത്താവ് ചെയ്തു. നിൻ്റെ കുടുംബത്തിൽ നിന്ന് ചെങ്കോല് മാറത്തില്ല എന്ന് പറഞ്ഞ് കർത്താവിന് അനുഗ്രഹം കൊടുത്തു. കാരണം ദാവീദിൻ്റെ ആഗ്രഹം എന്തായിരുന്നു അറിയോ? ഒറ്റ ആഗ്രഹം പറയാണ്, എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. കർത്താവിൻ്റെ ആലയത്തിലിരിക്കണം എന്ന് വെച്ചാൽ പള്ളിയിലിരിക്കണം, പുറത്തിറങ്ങലെന്നല്ല, ഏത് സ്ഥലത്തും കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും
കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. എന്നുവെച്ചാൽ എവിടെ ആയിരുന്നാലും കർത്താവിൻ്റെ പ്രസൻസിലായിരിക്കുക. യാത്ര ചെയ്യുമ്പോൾ, ഓഫീസിലായിരിക്കുമ്പോൾ, പള്ളിയിലിരിക്കുമ്പോൾ, കൂട്ടുകാരോടെ പോകുമ്പോൾ, ഒരു യാത്രയിലായിരിക്കുമ്പോൾ, ഒരു തിയേറ്ററിലിരിക്കുമ്പോൾ, ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്ത്, ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത്, എവിടെയും കർത്താവിൻ്റെ സാന്നിധ്യം ആസ്വദിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക. ഇതിനൊക്കെയാണ് മരുഭൂമിയിലെ പിതാക്കന്മാർ, വിശുദ്ധരൊക്കെ പറയുക, ദ പ്രാക്ടീസ് ഓഫ് ഡിവൈൻ പ്രസൻസ്, ദൈവ സാന്നിധ്യ പരിശീലനം. എന്ന് വെച്ചാൽ എൻ്റെ കർത്താവ് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ടെന്ന് ഓർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ബസ് കാത്ത് നിൽക്കുകയാണ്, എന്നാ ബസ് വരാത്തെ എന്നാലോചിച്ച് നിൽക്കുകയല്ല, അതാലോചിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ബസ് വന്നാൽ നിങ്ങൾ അറിയത്തില്ല. പക്ഷേ അവിടെ ആരെ ഓർത്തിരിക്കണം, ആരുടെ കൂടെ നിൽക്കണം? കർത്താവിനെ ഓർത്തോണ്ട് നിൽക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തോന്നും, കുറ്റം പറയാൻ തോന്നും, ഇതെന്നെ ഇവരിങ്ങനെ എന്ന് തോന്നാൻ തോന്നും, വെറുതെ ആളുകളെ ജഡ്ജ് ചെയ്യാൻ തോന്നും. പള്ളിയിലിരിക്കുന്ന സമയത്ത് മാത്രമല്ല, എവിടെ ആയിരിക്കുന്ന സമയത്തും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് ഓർത്ത് നടക്കുക. ആ ജീവിതത്തെ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ദാവീദിനെ കർത്താവ് അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം. ഏറ്റവും വലിയ അനുഗ്രഹം, അവനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. മിടുക്കനായതുകൊണ്ടല്ല, നല്ല ഒരു മുട്ടക്കാട്ടം പാവിയായിരുന്നു. നല്ല പാപങ്ങൾ, നല്ല പാപം എന്ന് പറയാം, വലിയ പാപങ്ങൾ ചെയ്തു. പക്ഷേ ഒറ്റ തവണ കർത്താവെ എന്നോടൊന്ന് ക്ഷമിക്കണേ, 10 ധ്യാനം കൂടിയില്ല, ഒറ്റ തവണ പറഞ്ഞു. 51-ാം സങ്കീർത്തനം, ദൈവമേ എൻ്റെ ഹൃദയം നീ കാണണമേ, അചഞ്ചലമായ ഒരു പുതിയ ഹൃദയം എനിക്ക് തരണേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തു എന്ന് ഒറ്റ തവണ പറഞ്ഞ സമയത്ത് കർത്താവ് അവനെ വീണ്ടും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. കാരണം അവൻ്റെ ഒരൊറ്റ ആഗ്രഹം, എന്നാ സംഭവിച്ചാലും ആരുടെ കൂടെ ആയിരിക്കണം? കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ഒരു നിമിഷം മട്ടുപ്പാവിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അത് മറന്നു പോയപ്പോഴാണ് ദാവീദ് എന്ത് ചെയ്തത്? പാപം ചെയ്തത്. ഇപ്പം നമ്മളൊക്കെ പാപം ചെയ്യാനിപ്പോൾ റീസൺസ് ഒന്നും വേണ്ടല്ലോ, അവസരങ്ങൾ കിട്ടിയാൽ മതി, അതും ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ എപ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നതെന്ന് ഓർത്താൽ ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മളിപ്പോൾ പറയും, ദൈവമേ ഞാൻ എത്രയും ആഗ്രഹിച്ചു ഈ ഒരു പാപം ചെയ്യണ്ട, ഈ തെറ്റിലോട്ട് ഇനി പോകണ്ട. പ്രിയപ്പെട്ട സ്വരങ്ങളെ, എന്തുകൊണ്ടാണ് വീണ്ടും ആ തെറ്റിലേക്ക് പോകണേ? എന്തുകൊണ്ടാണ് ഒരു പാപം നമ്മൾ ചെയ്തു പോകുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മളൊരു കൊടും പാപിയോണ്ടോ പിശാച് നമ്മളെ കടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടൊന്നല്ല. കർത്താവിനെ നമ്മൾ ഓർക്കാത്ത സമയങ്ങളെ നമ്മൾ പാപം ചെയ്യാറുള്ളൂ. ശരിയാണോ? കർത്താവിനെ നമ്മൾ ഓർക്കാത്ത സമയത്ത് പാപം ചെയ്യാറുള്ളൂ. ഈ അടുത്തിടയ്ക്കൊരു പയ്യൻ ഇവിടെ സ്ഥലവും സാഹചര്യവും ഒക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, അവൻ അതികഠിനമായ ഒരു ശാരീരിക പാപത്തിൻ്റെ പിടിയിലായിരുന്നു. എന്നിട്ട് അതിനകത്ത് രക്ഷപ്പെട്ട ഒരു സംഭവം ഇവിടെ വന്ന് പറഞ്ഞു, ഒരു ധ്യാനത്തിൽ വന്ന് പറഞ്ഞാണ്. മാരകമായ പാപം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോയി. അവൻ്റെ ചെറുപ്പജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പാപത്തിലേക്ക് പോയി. അവനതിന് രക്ഷപ്പെട്ട ഒരു കഥ പറഞ്ഞാണ്. അവനിങ്ങനെ ഒരു മാസികയിൽ, ഒരു സ്പിരിച്വൽ മാഗസിനിലൊരു ആർട്ടിക്കിൾ കണ്ടു. ആർട്ടിക്കിളിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് സെൻറ്റൻസ് ആണ്, പാപം ചെയ്യാൻ തോന്നുമ്പോൾ ഈശോയെ ഓർക്കുക. എന്നാ ഉണ്ടല്ലേ ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ്, പാപം ചെയ്യാൻ ഓർക്കുമ്പോൾ ഈശോയെ ഓർക്കുക. അവനത് പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു ആർഭാടമായിട്ട് ആ ഒരു വചനത്തെ, ആ ഒരു വാക്യത്തെ അവന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവനതുകൊണ്ട് ഒരു തീരുമാനം എടുത്തു, ഇനി എപ്പോൾ എനിക്ക് ഈ ശാരീരിക ജഡിക അഭിലാഷം, ഈ ഒരു പാപത്തിലേക്കൊരു പ്രവണത, ഒരു പ്രലോഭനം വരുന്നോ, അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, അടുത്തുള്ള ചാപ്പലിൽ പോയിരിക്കും. എളുപ്പമൊന്നുമല്ല, ഉടുപ്പൊക്കെ ഇട്ട് പള്ളിയിലോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. പക്ഷെ അവനൊരു തീരുമാനം എടുത്തു. കുഞ്ഞു വാക്യമാണ് വായിച്ചത്, പാപം ചെയ്യാൻ ഓർക്കുമ്പോൾ കർത്താവിനെ ഓർക്കുക. അവനത് വലിയ രീതിയിൽ പരിശുദ്ധാത്മാവ് എടുത്തു കൊടുത്തു. അവൻ എന്നാ ചെയ്തു? ഒരു പ്രലോഭനം വരുന്ന സമയത്ത് തീരുമാനം എടുക്കുകയാണ്, ഈ പ്രലോഭനം വരുന്ന സമയത്ത് ഞാനിനി ഈ തെറ്റിലേക്ക് പോകില്ല, പകരം ഉടുപ്പൊക്കെ മാറി നേരെ പള്ളി പോയിരിക്കും, അടുത്തൊരു ചാപ്പലുണ്ട് അവിടെ പോയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം മുഴുവൻ മാറിയെന്ന് അവൻ പറയുക. കാരണം പള്ളിയിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പള്ളി പോയി കഴിഞ്ഞാൽ പഴയ മനുഷ്യനായി തിരിച്ചു വരുന്നതും എളുപ്പമല്ല. പള്ളി പോകുന്നതും എളുപ്പമല്ല, പള്ളി പോയി കഴിഞ്ഞ് പഴയ മനുഷ്യനായി തിരിച്ചു വരുന്നതും എളുപ്പമല്ല. കാരണം അവിടെ പോയി അവൻ ആരെ കണ്ടു? ഈശോയെ കണ്ടു. ഇപ്പം അവന് പ്രലോഭനം വരുന്നുണ്ട്. എന്നോട് സംസാരിക്കുമ്പോൾ പറയാണ്, അച്ഛാ എനിക്ക് പിന്നെയും പ്രലോഭനങ്ങൾ വരാറുണ്ട്, ഇപ്പം പക്ഷെ പള്ളിയിലോട്ട് ഓടേണ്ട കാര്യമില്ല. പള്ളിയിലോട്ട് കുറേ തവണ ഓടിയത് കൊണ്ട് ഇപ്പം ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്കൊരു പള്ളി അനുഭവം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അച്ഛൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രലോഭനം വരുമ്പോൾ ഓടാനാണെങ്കിൽ നമ്മൾ പള്ളികളിലോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കും. നടക്കുന്ന പരിപാടിയൊന്നും ആയിരിക്കില്ല അത്. പക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളൊരു യാത്രയിലാണെങ്കിലും, നിങ്ങൾ വീട്ടിലാണെങ്കിലും, നിങ്ങളൊരു ആരും കാണാത്തൊരു സ്ഥലത്താണെങ്കിൽ പോലും അവിടെയെല്ലാം ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ദൈവസാന്നിധ്യം നിങ്ങൾ പരിശീലിച്ചാൽ പാപങ്ങളിലേക്ക് വീഴാതെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പാപം ചെയ്യാത്തവരെല്ലാം ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ?
വല്ലോ ചെറുക്കനും നന്നായ അനുഭവങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മളെയൊന്നും ബാധിക്കുന്നില്ല. നന്നാവണേ മതി. ഞാൻ എന്നോടും കൂടെ പറയുവാണ്, നന്നാവണേ മതി. ദാവീദ് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നു. ഒറ്റ ആഗ്രഹം, എനിക്ക് കർത്താവിൻ്റെ മുഖം കണ്ടാൽ മതി. 27-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഒരു കുഞ്ഞു കാര്യം കൂടെ വായിച്ചേ. 27:7 വായിച്ചേ. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ, കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരം അരുളണമേ, എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. ഇപ്പോൾ ദാവീദ് ഒറ്റ ലക്ഷ്യമാണ് ദാവീദിൻ്റെ മുമ്പിൽ. ആരുടെ മുഖം തേടണം? കർത്താവിൻ്റെ മുഖം, സാന്നിധ്യം, പനിം. മോശ കർത്താവിൻ്റെ മുഖം, സാന്നിധ്യം കണ്ടതുപോലെ ദാവീദിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കർത്താവിൻ്റെ സാന്നിധ്യം കാണണം. ഇവർ രണ്ടുപേരും അത് കണ്ടു. കർത്താവ് അവരുടെ ജീവിതം മാറ്റി. പ്രഭാഷകൻ 47 എടുക്കാവോ? മുമ്പേ മോശയെക്കുറിച്ച് വായിച്ച ആ ഒരു ഭാഗത്ത് തന്നെയാണ് ദാവീദിനെ കുറിച്ചുകൊണ്ട്. 47-ാമത്തെ പ്രഭാഷകൻ 47 മുഴുവനായിട്ട് വായിക്കേണ്ട. അതിൻ്റെ 5-ാമത്തെ വാക്യം, 47:5 ഉറക്കെ വായിച്ചേ. അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു, തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലതുകരം ശക്തമാക്കി. ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിട്ടു. അവിടുന്ന് അവൻ്റെ വലതുകരം ശക്തമാക്കി. കർത്താവ് അവനെ ശക്തിപ്പെടുത്തി എന്നതിൻ്റെ അർത്ഥം. 7-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുത്തു. 8-ാമത്തെ വാക്യം, തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ഇപ്പോൾ ദാവീദ് പാപിയായിരുന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്. അവൻ എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നടന്നൊരു മനുഷ്യനായിരുന്നു. ഇനി കർത്താവിനെ സ്തുതിച്ച ദാവീദിനെ കണ്ടിട്ട് ജനം എന്ത് ചെയ്തു? 10-ാമത്തെ വാക്യം വായിച്ചേ. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവൻ്റെ പാപം നീക്കിക്കളയും, അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ പാപിയായ ദാവീദ് പാടിയ സങ്കീർത്തനങ്ങളാണ് നമ്മളിന്ന് പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അയാളുടെ പാസ്റ്റ് ഒന്നും നോക്കിയല്ല കർത്താവ് വെച്ചേക്കുന്നത്. അയാൾ മാറാൻ തയ്യാറായപ്പോൾ, കർത്താവിൻ്റെ മുഖം കണ്ടവൻ മാറിയപ്പോൾ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം ഇന്നും നമ്മളും പ്രാർത്ഥനകളാക്കി മാറ്റുന്നു. ദാവീദിൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് നീക്കിക്കളഞ്ഞു, അവൻ്റെ അധികാരത്തെ സുസ്ഥിരമാക്കി മാറ്റി. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടുപേരെ ഉദാഹരണം മനസ്സിലായോ? മോശ ദൈവത്തിൻ്റെ മുഖം കണ്ടു, ജീവിതം മാറി. ദാവീദ് ദൈവത്തിൻ്റെ മുഖം കണ്ടു, പാപം ചെയ്തു പോയെങ്കിലും കർത്താവ് അവൻ്റെ പാപം തുടച്ചു മാറ്റി അവൻ്റെ അധികാരത്തെ സുസ്ഥിരമാക്കി മാറ്റി. ഇതെല്ലാം അനുഗ്രഹത്തിന് ഒരു കുറവുണ്ടാവില്ല. ഈശോയുടെ മുഖം തേടുന്നവർക്കാണ് ഇങ്ങനത്തെ അനുഗ്രഹങ്ങൾ. നിങ്ങൾക്ക് വേണ്ടേ? അങ്ങനത്തെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി പോയി യാചിച്ച് പിടിച്ചു മേടിക്കുന്ന അനുഗ്രഹങ്ങളല്ല, നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ. അത് മുഖം തേടുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഏലിയായാണ്. വലിയ ബഹളങ്ങൾക്കിടയിൽ കർത്താവിനെ തേടുകയല്ല, ഒരു നിശബ്ദതയിൽ, ഒരു കുഞ്ഞു കാറ്റിനിടയിൽ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കാറ്റിൽ മലമുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഏലിയ അറിഞ്ഞു. ആ കുഞ്ഞു സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ ഏലിയ തീ പോലെ ജ്വലിച്ചു എന്നാണ് നമ്മൾ വായിക്കും. പ്രഭാഷണ പുസ്തകത്തിൽ നമ്മൾ വായിക്കും, ഈ കുഞ്ഞു സ്വരം കേട്ടവൻ തീ പോലെ ജ്വലിച്ചു. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു സാന്നിധ്യം, കർത്താവിൻ്റെ ഒരു കുഞ്ഞു ടച്ച് നമുക്ക് കിട്ടിയാൽ മതി, ജീവിതം ജ്വലിക്കും. ഏലിയായെക്കുറിച്ച് കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവിടുത്തെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാ ജ്വലിക്കാൻ പറ്റുന്നത്? എവിടെയെങ്കിലും കർത്താവിൻ്റെ സ്വരം ഒരിക്കൽ കേട്ടവർക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ വിശുദ്ധി ജീവിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ ശുശ്രൂഷ ജീവിതം പറ്റുന്നില്ല, പഴയ പോലെ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല. ജ്വലനം നഷ്ടപ്പെട്ടത് എവിടെയാണെന്നറിയോ? കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ അവിടുത്തെ മുഖം തേടുന്നത് നമ്മൾ കുറച്ചാൽ പിന്നെ ജ്വലിക്കാൻ ആഗ്രഹിച്ചാലും ജ്വലിക്കത്തില്ല. എത്ര വലിയ കാര്യത്തിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും പറ്റത്തില്ല. പഴയതുപോലെ നമുക്ക് പലർക്കും ഇങ്ങനെ ചില സമയത്ത് പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ ഒറ്റ കാരണം, പ്രിയപ്പെട്ട സ്വരങ്ങളെ, തീജ്വാല കെട്ടുപോയതല്ല, സ്വരം കേൾക്കാതിരിക്കുന്നവൻ ജ്വലിക്കില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ 3 ഉദാഹരണങ്ങൾ എടുക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാൻ ഈശോയും ആഗ്രഹിക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് മർത്തായോടും മറിയത്തോടും ഒക്കെ സംഭാഷണ വേളയിൽ ഈശോ പറഞ്ഞത്, നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. നല്ല ഭാഗം തിരഞ്ഞെടുത്താൽ അത് നിങ്ങളിൽ നിന്ന്
എടുക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ അടുത്ത് ശാന്തമായിട്ടിരിക്കുക. സങ്കീർത്തനം 46 നമ്മൾ വായിക്കുന്നില്ലേ, ശാന്തമായി ഞാൻ ദൈവമാണെന്ന് അറിയുക. കർത്താവിനെ ശരിക്കും അറിയാൻ നമുക്ക് പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശാന്തമായിട്ടിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ടെൻഷനുകൾ, നിങ്ങളുടെ ആകുലതകൾ, വ്യാകുലതകൾ ഇതൊക്കെ അവിടെ ഉണ്ട്. ഈശോയുടെ അടുത്ത് പോയിരുന്നേക്കുക, ആരാധനയ്ക്ക് പോയിരിക്കുക, പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ജപമാല ചൊല്ലുക, പരിശുദ്ധാത്മാവിനോട് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യാശയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം നിറയും, അവിടുത്തെ മുഖം കാണും, ജീവിതം മാറും, ജീവിതം മാറും. ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോകുമ്പോൾ, ധ്യാന കേന്ദ്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒക്കെ പോകുമ്പോൾ, ഓരോ തവണ വിശുദ്ധ ഗ്രന്ഥം മറിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം കാണാൻ പറ്റട്ടെ. ആ സാന്നിധ്യം നമ്മളെ മാറ്റട്ടെ, മാറ്റുന്ന സാന്നിധ്യം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. അവർക്ക് പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.